ഹലോ ഹായ് ആൾ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഉള്ളത് മിസ്റ്റി വില്ല എസ്റ്റേറ്റ് ആണ്. അതും നമ്മുടെ നാപ്പോക്കിന്റെ അടുത്തായിട്ടുള്ള കൊട്ടമ്പടി ആ ഒരു ഭാഗത്താണ് ഈ മിസ്റ്റി വില്ല ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് അതിന്റെ അകത്ത് പോയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇവിടുത്തെ അവസ്ഥ ഒന്നും പറയണ്ട, നല്ല രസമുണ്ട് കാണാന്. ചുറ്റും കാപ്പിത്തോട്ടാണ്. അപ്പോൾ ഇപ്പൊക്കെ കാപ്പി പച്ച കളറാണ് ഉള്ളത്, പറിക്കാനായിട്ടില്ല. ഏകദേശം കോഫിക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം. കൂർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കോഫിയാണ്. അപ്പോൾ ബാക്കി നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അകത്ത് പോയി കഴിഞ്ഞാൽ പൊളിക്കും തോന്നുന്നുണ്ട്. നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ടൗണുമായിട്ട് ഒരു അറ്റാച്ച് ചെയ്യില്ല. ഏതോ ഒരു കാട്ടില് നല്ലൊരു ആംബിയൻസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. നല്ല കോഫി തോട്ടവും അതുപോലെ ഞാൻ പറയാൻ കേട്ടാ, നല്ലൊരു മനസ്സമാധാനമുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ. കാരണം നമ്മൾ എല്ലാം മറന്നിട്ടാണ് ഇവിടെ ഉള്ളത്. അത്രക്കും അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, എന്റെ സിസ്റ്റർ. എന്താണ് ഋഷ പറയാനുള്ളത്? അടിപൊളി. അപ്പൊ ഋഷ അങ്ങോട്ടൊന്ന് കാണിക്ക്. അതുമല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്കും വന്ന് നല്ലോണം ആസ്വദിച്ച് ഇവിടുന്ന് പോകാം. നീ ഇപ്പൊ അതിനാണ് ക്യാമറ ട്രിക്ക്. അങ്ങനെ നമ്മുടെ കേരള ബാക്കി ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കൊടകിലേക്ക് വരുമ്പോൾ റൂമിന്റെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് നേച്ചർ ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട്, അതും അല്ലാണ്ട് ഇവിടുന്ന് ഏകദേശം എല്ലാ ടൂറിസ്റ്റ് പ്ലേസും അടുത്താണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ കൂർഗ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബെഡ്റൂം പോയതിനു ശേഷം ഇവിടെയാണ് ജസ്റ്റ് ഒരു ബാൽക്കണി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് വ്യൂ. ഈ ഒരു ഹോം സ്റ്റേ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാപ്പോക്കിന്റെ അടുത്തായിട്ടുള്ള കൊട്ടമ്പടിയിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ ആയിരിക്കും കേട്ടോ ഇവിടത്തേക്കുള്ള ദൂരം. അപ്പോൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം. അതല്ലാണ്ട് നമുക്ക് ബോറടിക്കുന്ന സമയത്ത് വന്ന് ഇവിടെ ഗെയിംസ് ഒക്കെ കളിച്ച് നല്ലോണം ആസ്വദിച്ച് പോവാട്ടോ. അവിടെ ഒരു ഇതുണ്ടാക്കി നേരത്തെ കണ്ട റൂമല്ലാത്ത വേറെ ഇനി കുറെ റൂംസ് ഉണ്ട് ഇവിടെ. എത്ര പേർക്ക് വേണമെങ്കിലും വരാം, സ്റ്റേ ചെയ്യാം. പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൂമാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഫൈനലി നമ്മൾ ഒരു തോട്ടത്തിലൂടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു, ബോട്ടിൻ്റെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, എന്ത് നിങ്ങൾക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് കാണാൻ വേണ്ടി ഓക്കെ, അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സ്, ഫാമിലി, കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. നമുക്ക് ഏകദേശം ഇങ്ങനെ വാക്കൊക്കെ ചെയ്തിട്ട് നല്ലോണം നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് വരാം ഇങ്ങോട്ടേക്ക്. അപ്പോൾ മറക്കണ്ട, ഞാൻ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെ വരാൻ ഇഷ്ടമുള്ളവർക്ക്. അതേപോലെ ഞാനിവിടെ വന്നപ്പോഴേ നല്ല ബ്രിഞ്ചിൽ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നോക്കിക്കോളൂ. പിന്നെ അതുപോലെ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റിഷ എങ്ങനെയുണ്ട്? മീന് മണ്ണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഗൈസ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ചേട്ടന് അവിടെ ഉണ്ട് കേട്ടോ, എന്നോട് പറഞ്ഞ് പോവാന്ന്. പക്ഷെ എനിക്കെന്തോ മടിയാവുന്ന കാരണം ഞാൻ പോകുന്നില്ല. ബോട്ടൊക്കെ ഇന്ന് ഭയങ്കര ഇരുട്ട് ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി തോന്നാത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.